വീണ എപ്പോഴും ഫോൺ വിളിയാണോ അമ്മേ? വറുത്തരച്ച കോഴിക്കറിയുടെ ചാറെടുത്തിട്ട് വൈശാഖൻ ചക്കപ്പുഴുക്കിലേക്ക് വട്ടത്തിൽ ചുറ്റിച്ചൊഴിച്ചു. എപ്പോഴും ഒന്നുമില്ല, എന്നാലും അവൻ വൈകിട്ട് ഈ സമയത്തൊക്കെ വിളിക്കും. അമ്മയോട് മിണ്ടുമോ? മിണ്ടും. എന്താടാ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നിന്നെ വിളിക്കില്ലേ? 1-2 വട്ടം വിളിച്ചു. ദേ അച്ഛൻ വന്നു, ഉണ്ണിമോൾ മുറ്റത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ആ, നീ എപ്പോ വന്നു മോനെ? ഉച്ച കഴിഞ്ഞപ്പോൾ എത്തി അച്ഛാ. അച്ഛൻ ഇന്നെന്താ താമസിച്ചു പോയത്? ഓ, ഓരോരോ തിരക്കുകൾ. ഇനി കല്യാണം വിളിച്ചു തുടങ്ങേണ്ടതല്ലേ? അതിനൊക്കെ മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോഴേക്കും സുമിത്ര ചായയുമായി വന്നു കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ പോയിട്ട് എന്താ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല. പിന്നെ മോൾക്കാണെങ്കിൽ പോയിട്ട് വന്നപ്പോൾ മുതൽ നടുവേദന. അതിനിപ്പോൾ എന്താ ചെയ്യുക? നാളെ ആ വൈദ്യൻ്റെ അടുത്ത് ചെന്ന് ഇത്തിരി കുഴമ്പ് മേടിക്കണം. മോനെ, നാളെ രാവിലെ പോയി കുഴമ്പ് മേടിച്ചു കൊടുക്കണം കേട്ടോ. ഓ അച്ഛാ. മോളെ, ഒരുപാട് വേദന ഉണ്ടെങ്കിൽ പറ കേട്ടോ. കുഴപ്പമില്ല അമ്മേ, കുറഞ്ഞോളും. അനാവശ്യമായ പേടി മാറ്റണം നീ. വേണ്ടതും വേണ്ടാത്തതും എല്ലാം ആലോചിച്ചു കൂട്ടുക. രാത്രിയിൽ കിടക്കാൻ നേരം വൈശാഖൻ അവളെ ശാസിച്ചു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഒക്കെ ഏട്ടൻ്റെ തോന്നലാണ്. അന്ന് വലിയ ധീരയാണെന്ന് പറഞ്ഞ് നീ യൂട്യൂബിൽ ഏതോ ഇംഗ്ലീഷുകാരി പ്രസവിക്കുന്ന വീഡിയോ കണ്ടില്ലേ? അന്ന് തുടങ്ങിയതാണ് നിന്റെ പേടി. ലക്ഷ്മി മിണ്ടാതെ ഇരിക്കുകയാണ്. വൈശാഖേട്ടൻ പറഞ്ഞത് 100% സത്യമാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രം. നാളെ കാലത്തെ തന്നെ ഞാൻ പോയി തൈലം മേടിച്ചു കൊണ്ടുവരാം. അതൊക്കെ തേച്ച് കുളിച്ച് കഴിയുമ്പോൾ നിനക്ക് ആശ്വാസമാകും. മൂളിയതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. കടിനൂൽ പ്രസവത്തിൻ്റെ എല്ലാ വ്യാകുലതകളും അവളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാമായിരുന്നു. വൈശാഖേട്ടൻ വന്നതുകൊണ്ട് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഏട്ടാ, ഇത് പെൺകുട്ടിയാണെന്ന് ഏട്ടന് ഉറപ്പുണ്ടോ? അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാം മുകളിലിരിക്കുന്ന ആളല്ലേ തീരുമാനിക്കുന്നത്. അല്ല ഏട്ടാ, ഏട്ടനാണെങ്കിൽ എപ്പോഴും ഇത് പെൺകുട്ടിയാണ് എന്നല്ലേ പറയുന്നത്. പക്ഷേ കുഞ്ഞുണ്ടാവുമ്പോൾ അത് ആൺകുട്ടിയാണെങ്കിൽ ഏട്ടൻ വിഷമിക്കുമോ? ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉറപ്പാണോ ഏട്ടാ? പിന്നല്ലാതെ. എന്താ നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കാകെ ടെൻഷൻ. ഏട്ടൻ എപ്പോഴും കുഞ്ഞുലക്ഷ്മി എന്ന് വിളിച്ചിരുന്നിട്ട് ഇത് മോനാണെങ്കിലോ? ചിലപ്പോഴൊക്കെ ഞാനും ആലോചിക്കാറുണ്ട്, ഇത് മോനാണെങ്കിലോ എന്ന്. ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ കുഞ്ഞുലക്ഷ്മി എന്ന് വിളിക്കുന്നില്ല, പോരെ? ലക്ഷ്മി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഏട്ടൻ്റെ ആഗ്രഹം പോലെ കുഞ്ഞുലക്ഷ്മി ആയാൽ മതി എന്നായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ. അടുത്ത ദിവസം കാലത്തെ തന്നെ വൈശാഖൻ പോയി തൈലം വാങ്ങി വന്നു. ആദ്യം തലമുടി നിറയെ എണ്ണ വയ്ക്കണം, എന്നിട്ടാണ് കുഴമ്പ് തേക്കുന്നത്. ലക്ഷ്മിയുടെ തലമുടിയിൽ കാച്ചെണ്ണ തേച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു. എനിക്കിതൊന്നും അറിഞ്ഞൂടായിരുന്നു അമ്മേ. അങ്ങനെയാണ് പണ്ടുള്ളവർ പറയുന്നത്. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് എനിക്ക് ചെയ്തു തന്നത്. കുളിച്ചു കഴിഞ്ഞ് കണ്ണേറ് കിട്ടാതിരിക്കാനായി കുറച്ച് കൺമഷി എടുത്ത് കണ്ണിലും എഴുതണം. അതെന്തിനാണ് അമ്മ അങ്ങനെ എഴുതുന്നത്? നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് നമുക്ക് തട്ടും. അങ്ങനെ വരാതിരിക്കാനാണ് മോളെ. ഇതൊക്കെ പണ്ടുള്ള ആളുകൾ പറയുന്നതാണ് കേട്ടോ. സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും മോൾ ഇത്തിരി കൺമഷി എടുത്ത് കണ്ണെഴുതിക്കോ. എനിക്ക് കൺമഷി ഇല്ലമ്മേ. ആണോ? എങ്കിൽ ഞാൻ ഉണ്ണിമോളോട് മേടിച്ചു തരാം. ശരി അമ്മേ. ഇനി കുഴമ്പ് തേക്കാം. അവർ അവളുടെ കാലിലും നടുവിലും എല്ലാം കുഴമ്പ് തേച്ചു. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് തേച്ചു പിടിപ്പിക്കണം. അത് കഴിഞ്ഞേ കുളിക്കാൻ പാടുള്ളൂ. അങ്ങനെ സുമിത്ര പറഞ്ഞ പ്രകാരം 1.5 മണിക്കൂറിന് ശേഷമാണ് ലക്ഷ്മി ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചത്. എണ്ണമെഴുക്ക് കളയാനായി അവൾ സുമിത്ര കൊടുത്ത ചെമ്പരത്തിത്താളി ഉപയോഗിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ് കുളിച്ചിറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഈ കാച്ചെണ്ണയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുളി കഴിഞ്ഞപ്പോൾ നിനക്ക് പ്രത്യേക ഒരു ചന്തം. വൈശാഖൻ അവളുടെ മുടിയെടുത്ത് മണത്തുകൊണ്ട് പറഞ്ഞു. അതേ, അധികം മണക്കേണ്ട കേട്ടോ. അങ്ങോട്ട് മാറി നിൽക്ക്. ചുമ്മാതല്ല അമ്മ പറഞ്ഞത്. എന്താണ് അമ്മ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. അവൾ ഉണ്ണിമോൾ കൊടുത്ത കൺമഷിയെടുത്ത് 2 കണ്ണുകളും നന്നായി എഴുതി. കാലത്തെ തന്നെ വൈശാഖൻ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഇന്നാണ് അവൻ പോലീസ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്നത്. അതിനു മുമ്പ് അമ്പലത്തിലൊന്ന് പോയതാണ്. അച്ഛനും അമ്മയും ആയിട്ടാണ് അവൻ അമ്പലത്തിൽ പോയത്. ലക്ഷ്മിയും വീണയും ഉണ്ണിമോളും എല്ലാം അവർ വരുന്നത് നോക്കിയിരിക്കുകയാണ്. വിജിയും കുഞ്ഞും അശോകനും ശ്യാമളയും കൂടി അല്പസമയത്തിനകം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 പേരും കൂടി ഉമ്മറത്ത് ഇരിക്കുകയാണ്. ദേ, അവർ വരുന്നുണ്ട്, ലക്ഷ്മി പറഞ്ഞു. കാലത്തെ ഇഡലിയും സാമ്പാറുമായിരുന്നു. അമ്പലത്തിലൊക്കെ പോയിട്ട് ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ നോൺ വെജ് ഒന്നും വേണ്ട എന്ന് എല്ലാവരും കൂടി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു.
കുറച്ചു കഴിഞ്ഞതും അശോകനും ശ്യാമളയും വിജിയും ഒക്കെ എത്തിച്ചേർന്നു. വിജിയുടെ കുഞ്ഞിനെ കണ്ടതും ലക്ഷ്മി വേഗം എടുത്തു. അയ്യോ മോളെ, കുഞ്ഞിനെ എടുക്കല്ലേ, അവൻ അറിയാണ്ടെങ്ങാനും ചവിട്ടും. സുമിത്ര വേഗം കുഞ്ഞിനെ മേടിച്ചു. രാജീവനും ദീപയുമൊക്കെ അവനെ ഫോണിൽ വിളിച്ചിരുന്നു. വൈശാഖൻ പോലീസ് യൂണിഫോമൊക്കെ ധരിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ലക്ഷ്മി, അവൻ ഉറക്കെ വിളിച്ചു. ദാ വരുന്ന ഏട്ടാ. അവൾ മുറിക്കകത്തു ചെന്നു. പോലീസ് യൂണിഫോം ഇട്ടു നിൽക്കുന്ന വൈശാഖനെ കണ്ടതും അവൾ അവന് സല്യൂട്ട് കൊടുത്തു. സന്തോഷം കൊണ്ട് അവൾക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഏട്ടാ, അടിപൊളിയായിട്ടുണ്ട്. അവൾ അവൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. വയറു വലുതായി വരുന്നത് കൊണ്ട് പണ്ടത്തെ പോലെ എളുപ്പത്തിൽ അവന് അവളെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ല. അവളുടെ ഇരു കവിളിലും മുത്തം കൊടുത്തിട്ട് അവൻ കുനിഞ്ഞിരുന്നു. അവളുടെ വീർത്ത വയറിൽ കൂടി മുത്തം കൊടുത്തു. അച്ഛ പോയിട്ട് വരാം കേട്ടോ, അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കാതെ ഇരുന്നോണം. അവൻ്റെ ശബ്ദം കേട്ടതും കുഞ്ഞനങ്ങി. ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൻ മെല്ലെ മുറിക്ക് പുറത്തേക്കിറങ്ങി. എല്ലാവരും അവനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ, വേഷം മാറിയോ, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര മകനെ വന്ന് കെട്ടിപ്പുണർന്നു. അറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മയ്ക്ക് സന്തോഷമായി. എൻ്റെ കുട്ടിയെ ദൈവം കാക്കും, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മ ഇത്, ഏട്ടൻ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ കരയുകയാണോ? വീണ വന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ചു. സുമിത്രയെ ശേഖരൻ വിളിച്ചപ്പോൾ അവർ കണ്ണുനീർ തുടച്ചു. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങേണ്ടേ? ശ്യാമളയാണ് അത് ഓർമ്മിപ്പിച്ചത്. പെട്ടെന്ന് തന്നെ സുമിത്ര മകന്റെ നേർക്ക് ആരതി ഒഴിഞ്ഞു. വൈശാഖൻ അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്നിച്ചു. അതുപോലെ തന്നെ അശോകന്റെയും ശ്യാമളയുടെയും. മാമൻ പോയിട്ട് വരാം കേട്ടോ. വിജിയുടെ കുഞ്ഞിന്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവൻ മുറ്റത്ത് കിടന്ന ജീപ്പിലേക്ക് കയറി. എല്ലാവരും അവൻ പോകുന്നത് നോക്കി നിന്നു. ഞാൻ ഇപ്പൊ വരാം കേട്ടോ, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരൻ പെട്ടെന്ന് വഴിയിലേക്ക് ഇറങ്ങി. മോൻ പോയ വഴിയിലേക്ക് നോക്കി അയാൾ നിന്നു. ഏതൊരു അച്ഛൻ്റെയും അഭിമാന നിമിഷമായിരുന്നു അത്. ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ആരും കാണാതെ അയാൾ തുടച്ചു മാറ്റി. എൻ്റെ മകൻ്റെ വഴികളിൽ എല്ലായ്പ്പോഴും നീ ഉണ്ടായിരിക്കണേ മഹാദേവ, അയാൾ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. ശേഖരേട്ടാ, വൈശാഖൻ ഇന്ന് ആദ്യമായി ജോലിക്ക് പോയി അല്ലേ? അടുത്ത വീട്ടിലെ രാജനായിരുന്നു അത്. KSEBയിൽ ജോലി ചെയ്യുകയാണ് അയാൾ. ബൈക്ക് കൊണ്ടുവന്ന് ശേഖരൻ്റെ അടുത്ത് ഒതുക്കി നിർത്തിയിട്ട് അയാൾ ചോദിച്ചു. അവൻ ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. രാജൻ കാലത്തെ ജോലിക്ക് പോവുകയാണോ? അതേ ശേഖരേട്ടാ, പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ട് വയ്യ. വൈശാഖനെ പോലെ ഒരു മകനെ കിട്ടിയതിൽ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലില്ല. വരട്ടെ, ഇത്തിരി ലേറ്റായിപ്പോയി. അതും പറഞ്ഞ് അയാൾ ബൈക്ക് ഓടിച്ചു പോയി. സത്യമാണ്, അവനെപ്പോലൊരു മകനെ കിട്ടിയതിൽ താൻ ഏറെ സന്തോഷവാനാണ്. ഒരിക്കലും അവനിൽ നിന്ന് തനിക്കൊരു വിഷമവും വന്നിട്ടില്ല. എന്നും തൻ്റെ വാക്കുകൾ അനുസരിച്ചു മാത്രമേ അവൻ ജീവിച്ചിട്ടുള്ളൂ. ഒരു ദുശീലവും ചീത്ത കൂട്ടുകെട്ടുകളും ഒന്നുമില്ല അവന്. പിന്നെ ഇടയ്ക്കൊക്കെ ഇത്തിരി തണ്ണി അടിക്കുന്നത് താൻ കണ്ടില്ലെന്ന് നടിക്കും, അയാൾ മനസ്സിലോർത്തു. അച്ഛാ, അച്ഛൻ അവിടെ എന്തെടുക്കുക? വീണ വന്ന് വിളിച്ചു. പരിപാടി മോളെ. വിജിയുടെ കുഞ്ഞിനെയും താലോലിച്ചുകൊണ്ട് ലക്ഷ്മി സെറ്റിയിലിരിക്കുകയാണ്. ആ ശേഖരേട്ടാ, ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് കേട്ടോ. എന്താ അശോക? അയാളും വന്ന് അശോകന്റെ അടുത്ത് കിടന്ന കസേരയിലിരുന്നു. ഈ 7-ാം മാസത്തിൽ പ്രസവത്തിന് വിടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഇനിയിപ്പോൾ അധികം വൈകിക്കേണ്ട എന്നാണ് ശ്യാമള പറയുന്നത്. ഇനി വീണയുടെ കല്യാണം അടുത്തു വരുവല്ലേ. അതിനു മുമ്പ് നമുക്ക് ഇതങ്ങ് നടത്തിയാലോ? അത് ശരിയാണ് അശോക. കല്യാണത്തിന്റെ തിരക്കുകളാകും മുമ്പ് അത് കഴിയട്ടെ. എന്നാൽ നമുക്ക് കണിയാന്റെ അടുത്ത് ചെന്ന് നല്ലൊരു ദിവസം കുറിപ്പിക്കാം. ഇതൊക്കെ ഞാൻ ചെയ്തോളാം ശേഖരേട്ടാ. അയാൾ എന്താണ് പറയുന്നത് എന്ന് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം. ആയിക്കോട്ടെ അശോക. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ചടങ്ങ് കൂടി നടത്താം. കല്യാണം വിളി തുടങ്ങിയോ? ഇല്ല അശോക, ഈ ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വേണം. ഇനിയിപ്പോ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ ശേഖരേട്ടാ. മകന്റെ ഭാര്യ വീട്ടുകാർ അന്യരൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം അശോക. അവര് കാശായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഉള്ളത് സ്വർണമായിട്ടിടണം. പിന്നെ നമ്മുടെ മേലേപ്പാടത്തെ ഒരു 80 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ട് 6 ലക്ഷം രൂപ എടുത്തു. ഒക്കെ മോനോട് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ KSFയിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. അത് വട്ടം പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അതൊരു 2 ലക്ഷം വരും. പിന്നെ കൈക്കാശും കഴിഞ്ഞ ആണ്ടത്തെ നെല്ല് വിറ്റ കാശും ഒക്കെ കൂടി ഒരു 2.25 ലക്ഷമുണ്ട്. പിന്നെ സുമിത്രയുടെ മൂത്ത ആങ്ങളുടെ മകളെ കെട്ടിച്ചപ്പോൾ അവർ 5 പവൻ സ്വർണം നമ്മളോട് കടമായിട്ട് മേടിച്ചായിരുന്നു. അവർ അത് തരുന്നത് അങ്ങനെ എല്ലാം കൂടി എടുത്തു വേണം ഈ കല്യാണം നടത്തുവാൻ. ഒക്കെ നല്ലതായിട്ട് നടക്കും ചേട്ടാ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ. അശോകൻ അയാളുടെ തോളിൽ തട്ടി. വിജി, നീ ഇപ്പോൾ തന്നെ പോവുകയാണോ മോളെ?
2 ദിവസം നിന്നിട്ട് പോകാം, സുമിത്ര പറഞ്ഞു. ഓ വേണ്ടമ്മേ, ഗോപേട്ടനാണെങ്കിൽ ഇന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു വിട്ടതാണ്. ഇനി കല്യാണത്തിന് വരുമ്പോൾ ഞാൻ കുറച്ച് ദിവസം നിന്നിട്ട് പോകാം. എന്നാലും 2 ദിവസം നിക്കടി മോളെ, കുഞ്ഞിനെയാണെങ്കിൽ ഒന്ന് എടുത്തു പോലുമില്ല. അമ്മേ, ഇനി എന്നെ കൊണ്ടുവിടാനൊക്കെ ആരാ? വൈശാഖന് സമയമൊന്നും കിട്ടില്ല. ഇതാകുമ്പോൾ ശ്യാമളയമ്മയുടെ കൂടെ പോകാമല്ലോ. എങ്കിൽ അങ്ങനെ ചെയ്. കല്യാണത്തിനാണെങ്കിൽ ഇനി 1 മാസം കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും ശ്യാമളയും ലക്ഷ്മിയും കൂടി അടുക്കളയിലേക്ക് വന്നു. സുമിത്രേച്ചി, പ്രസവത്തിന് കൊണ്ടുപോകാൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാം. കല്യാണത്തിന് ഇനി അധിക നാളില്ലല്ലോ. അതിനു മുമ്പ് ഈ ചടങ്ങ് നടത്തിയേക്കാം. അതും കൂടി പറയുവാനാണ് ഞങ്ങൾ വന്നത്. പറഞ്ഞതുപോലെ അതും നേരാണല്ലോ. ഏറ്റവും നല്ല ദിവസം നോക്കി അതും കൂടി അങ്ങ് നടത്താം നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ കല്യാണം ആകുമ്പോഴേക്കും ആകെ ബഹളമായിരിക്കും. അശോകേട്ടൻ അടുത്ത ദിവസം തന്നെ കണിയാൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അടുത്ത മുഹൂർത്തവും നോക്കി ഞങ്ങൾ ഉടനെ തന്നെ വന്ന് മോളെ കൊണ്ടുപോകാം. ആ, അങ്ങനെ തന്നെ ചെയ്യാം ശ്യാമളെ. ഇനി കല്യാണം വിളിയൊക്കെ തുടങ്ങിയാൽ ഒന്നിനും സമയം കാണില്ല. കല്യാണ സാരിയൊക്കെ എന്നാ ചേച്ചി എടുക്കുന്നത്? ആ പയ്യന്റെ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞത്? ഞാനും അത് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജിയും കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അതൊക്കെ അടുത്ത ആഴ്ചയാണെന്നാണ് വീണ പറഞ്ഞത്. ആ പയ്യന് അപ്പോഴേ അവധി കിട്ടത്തുള്ളൂ, സുമിത്ര മറുപടി കൊടുത്തു. കുറേ സമയം സംസാരിച്ചിരുന്നിട്ടാണ് അവർ എല്ലാവരും പോയത്.